നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പ്രമേഹപാത രോഗം അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആദ്യം എന്താണ് പ്രമേഹപാത രോഗമെന്ന് നമുക്ക് നോക്കാം. ദീർഘകാലമായി ഒരു രോഗിക്ക് ഡയബറ്റിസ് ഉള്ളപ്പോൾ അയാളുടെ അവയവങ്ങൾക്കെല്ലാം കേടുപറ്റുമെന്ന് നമുക്കറിയാം. അങ്ങനെ കാലിലുണ്ടാകുന്ന കേടുപാടുകളുടെ ആകെത്തുകയാണ് പ്രമേഹപാത രോഗം അഥവാ ഡയബറ്റിക് ഫുട്ട്. അതായത് ഈ പ്രമേഹപാത രോഗം കാലിലെ 2-3 ഘടകങ്ങൾ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്ന്, കാലിലെ ഞരമ്പുകൾ അഥവാ നാഡികൾ. ആ നാഡിയിലെ പ്രവർത്തനം തകരാറിലായിട്ട് സ്പർശനശേഷി നഷ്ടപ്പെടുക, ആ നാഡി സപ്ലൈ ചെയ്യുന്ന മസിലുകൾ ശോഷിച്ചു പോവുക, അതിൻ്റെ പ്രവർത്തനം നൽകുന്ന അല്ലെങ്കിൽ അത് കാരണം പ്രവർത്തിക്കുന്ന സ്വേദഗ്രന്ഥികൾ, അതായത് വിയർപ്പുണ്ടാകുന്ന ഗ്രന്ഥികൾ, എണ്ണമയമുണ്ടാകുന്ന ഗ്രന്ഥികൾ തുടങ്ങിയവ പ്രവർത്തനരഹിതമായിട്ട് തൊലി വരണ്ടു പോവുകയും വിള്ളലുണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം. രണ്ടാമത്, രക്തക്കുഴലുകളുടെ പ്രശ്നം. രക്തക്കുഴലുകളെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും രക്തം എത്തിക്കുന്ന രക്തധമനികൾ, ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ച് കാലിൻ്റെ അറ്റം വരെ എത്തുന്ന രക്തധമനികൾ, അതിൻ്റെ അകത്ത് അടവുണ്ടായി ആൻജിയോപ്പതി അല്ലെങ്കിൽ അതിറോസ്ക്ലീറോസിസ് എന്നൊക്കെ പറയും, രക്തഓട്ടം കുറയുക. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കാലിൻ്റെ ഘടനാപരമായ വ്യത്യാസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കാലിൻ്റെ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എത്രയോ അതിശയകരമായ ഒരു സൃഷ്ടിയാണ് കാല്. ചലനവും സ്ഥിരതയും ഒരുപോലെ. ഒരു 70-75 കിലോ വെയിറ്റുള്ള ഒരാളിൻ്റെ ശരീരം താങ്ങി നിർത്തുകയും വേണം, എന്നാൽ സ്പീഡിൽ നടക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു എൻജിനീയറിംഗ് വൈദഗ്ധ്യമാണ് നമ്മുടെ പാദങ്ങൾ. ഈ പാദങ്ങൾക്ക് ഇത്രയും കൃത്യമായ ചലനവും സ്ഥിരതയും കിട്ടുന്നത് അതിൻ്റെ സ്പർശനശേഷി, മസിലുകളുടെ ഏകോപനം നിറഞ്ഞ പ്രവർത്തനം, എല്ലുകളുടെ ഘടന, ഇതെല്ലാം ചേർന്നാണ്. ഉദാഹരണത്തിന് നമ്മളെ കട്ടിയുള്ള തൊലിയാണ് കാലിൻ്റെ അടിയിൽ. അവിടെ ഒരു മുടി കൊണ്ട് തൊട്ടാൽ പോലും നമ്മൾ അറിയും. ഒരു ചെറിയ പേപ്പർ കഷ്ണം ഒട്ടിയിരുന്നാൽ പോലും നമ്മൾ അറിയും. അത് എല്ലാം തകരാറിലാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കാം. ഉദാഹരണത്തിന് ന്യൂറോപ്പതിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞരമ്പുകൾക്ക് കേടുപറ്റുമ്പോൾ ആദ്യമായി സ്പർശനശേഷി നഷ്ടപ്പെടുന്നു. തുടക്കത്തിൽ സൂചി കുത്തുന്ന പോലെ തോന്നുക, വേദന തോന്നുക, മുളകരച്ച് തേച്ചതുപോലെ തോന്നുകയൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് ഈ ഞരമ്പ് പൂർണ്ണമായും നിർജ്ജീവമാകുമ്പോൾ കാലിൽ സ്പർശനശേഷിയേ ഇല്ല, മരവിച്ച ഒരു മരക്കഷ്ണം പോലെ ഇരിക്കും. ഇനി അതിനോടൊപ്പം ഈ രക്തഓട്ടം കുറയുക, പിന്നെ കാലുകളിലെ മസിലുകൾ, ചെറിയ മസിലുകൾ, ഒരുപാട് 10-25 മസിൽ കൂടുതലുണ്ട് കാലിൻ്റെ അകത്ത്. കൊച്ചു കൊച്ചു മസിൽ, വിരലുകൾ അനക്കാനും മടക്കാനും ചവിട്ടാനും നിവർത്താനും ഒക്കെ. ഈ മസിലുകളെല്ലാം സപ്ലൈ ചെയ്യുന്നത് നെർവ്സ് ആണല്ലോ. ഈ നെർവ് ഡെഡാകുമ്പോൾ ആ മസിലെല്ലാം ശോഷിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മുടെ മസിലുകളും ലിഗമെൻസും ഒക്കെ ചേർന്ന് ഈ എല്ലുകളെയൊക്കെ കൃത്യമായി ക്രമീകരിച്ചിരുന്നൊക്കെ താളം തെറ്റും. അപ്പോൾ ചില എല്ലുകൾ സ്ഥാനഭ്രംശം വരും, താഴോട്ട് പോവും, ചിലത് മേലോട്ട് പോവും. അങ്ങനെ സ്ട്രക്ചറൽ ഡീഫോമിറ്റീസ് ഉണ്ടാവും. നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ, നമ്മളെ കാൽപാദത്തിൻ്റെ ഷേപ്പിലാണല്ലോ വെയിറ്റ് വരുന്നത്. ആ സ്ഥാനത്ത് ചില ഭാഗങ്ങളിൽ വെയിറ്റ് കേന്ദ്രീകരിക്കാൻ തുടങ്ങും നടക്കുമ്പോൾ. അതിനെ പ്രഷർ പോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രഷർ പോയിൻറ്റ്സ് വരുമ്പോൾ എന്ത് പറ്റും, അവിടെ അമിതമായ വെയിറ്റ് വരുന്നതുകൊണ്ടാണ് പ്രഷർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള തൊലി കട്ടിപിടിക്കും. സ്വതവേ കട്ടിയുള്ള നമ്മുടെ കാലിൻ്റെ അടിയിലെ തൊലി ആ ഭാഗത്തൊരു ബട്ടൺ പോലെ കട്ടിക്ക് വളരും. നമ്മൾ മൺവെട്ടി വെട്ടുമ്പോൾ കയ്യിലുണ്ടാകുന്ന തഴമ്പില്ലേ, അതേപോലെ. ഇനി ആ തഴമ്പ് രോഗി കാര്യമാക്കില്ല. കാരണം എന്താണെന്നറിയോ, രോഗിക്ക് പെയിൻ അറിയില്ല. അപ്പം ഈ തഴമ്പ് അല്ലെങ്കിൽ കായ്പെന്ന് തെക്കൻ കേരളത്തിൽ പറയുന്ന ആ കട്ടിയുടെ പുറത്ത് ചവിട്ടി ഇയാൾ നടന്നുകൊണ്ടേയിരിക്കും. വേദന അറിയാതെ വരുമ്പോൾ ഈ കട്ടിയുള്ള തൊലി തന്നെ കാലിൻ്റെ അകത്ത് അടിയിലൊരു കല്ലെടുത്ത് വെച്ച് അതേ ഇഫക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ അവിടം മുറിയും, അടർന്നു പോവും, പുണ്ണായി മാറും. ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു മുറിവ് വന്നാൽ
നമുക്ക് കാലിലൊരു ചെറിയ ചൂടടിച്ചാലോ മുറിവ് വന്നാലോ കാല് നമ്മൾ പെട്ടെന്ന് വലിക്കൂലേ? ഇത് അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് ഒന്നും കാണില്ല. കാരണം സ്പർശനശേഷിയില്ലല്ലോ. അങ്ങനെ മുറിവ് പറ്റാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മുറിവ് പറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മുറിവിൽ ചവിട്ടി ഈ മനുഷ്യൻ നടന്നുകൊണ്ടേയിരിക്കും. സ്പർശനശേഷിയില്ല. അങ്ങനെ വരുമ്പോൾ ഈ മുറിവ് വലുതായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കാലിൻ്റെ അടിയിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞ ആ കായ്പ് അല്ലെങ്കിൽ കലോസിറ്റി അല്ലെങ്കിൽ തഴമ്പ് അടർന്നു പോയുണ്ടാകുന്ന പുണ്ണെന്ന് വയ്ക്കുക. അതിൻ്റെ പുറത്ത് ചവിട്ടി മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഈ ചവിട്ട് കൊണ്ട് മുറിവ് ആഴത്തിലായിക്കൊണ്ടേയിരിക്കും. മണ്ണ് കുഴിച്ച് നമ്മൾ കിണർ കുഴി ഉണ്ടാക്കൂലേ? അപ്പോൾ സൈഡിൽ മണ്ണിടിഞ്ഞാൽ എങ്ങനെ വരും? അതേ അവസ്ഥയാവും. അകത്തേക്ക് വലുതായി 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 പോവും. പിന്നെ ഇനി കാലിലൊരു പുണ്ണ് വന്നെന്ന് വെച്ചോണം. അതിൻ്റെ അപകടം എന്താ? അതുവഴി രോഗാണുക്കൾ കയറി കാലിൽ പഴുപ്പുണ്ടാവും. വളരെ ശക്തമായ രോഗാണുബാധയുണ്ടായി പഴുപ്പ് മുകളിലേക്ക് കയറി കാല് മുറിച്ചു മാറ്റാനോ ജീവൻ തന്നെ നഷ്ടപ്പെടാനോ കാരണമാകും. അപ്പോൾ ഈ മുറിവ് പറ്റുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഡയബറ്റിക് ഫുട്ട് അൾസർ വരുന്നത് എങ്ങനെയെന്നാണ് ഞാൻ പറഞ്ഞത്. 1 ന്യൂറോപ്പതി, 2 ഘടനാപരമായ വ്യത്യാസം, 3 രക്തഓട്ടക്കുറവ്. ഇപ്പോൾ രക്തം ആവശ്യത്തിന് എത്തിയില്ലെങ്കിൽ പുണ്ണുണങ്ങില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 4 അമിതമായ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്. അപ്പം പഴുപ്പ്, ഇൻഫെക്ഷൻ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യും. കാരണം പഞ്ചസാരയുടെ അളവ് കൂടുതലായിരുന്ന രോഗാണുക്കൾ വളരെ വേഗം വളരുമല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുറിവ് പറ്റുക, ഇൻഫെക്ഷൻ വരിക, ഇത് രണ്ടും ആണ് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ ദീർഘകാലമുള്ള പ്രമേഹം ഉണ്ടാക്കുന്ന പ്രശ്നം ഒരു മുറിവിലോ ഇൻഫെക്ഷനിലോ ചെന്നെത്തുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രമേഹ പാദരോഗം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതായത് പ്രമേഹ പാദരോഗമുള്ള വ്യക്തി മുറിവ് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്നിട്ടില്ല, ആ ആളിൻ്റെ കാലിനെ ഹൈ റിസ്ക് ഫുട്ട് എന്ന് പറയും. അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ വ്രണം വരാൻ സാധ്യതയുള്ള പാദം. അപ്പോൾ ആ ലെവലിൽ വച്ച് നമ്മളത് കണ്ടുപിടിച്ചാൽ കാലിനെ രക്ഷിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ടെസ്റ്റുകൾ ചെയ്ത് നേരത്തെ പ്രമേഹ പാദരോഗം കണ്ടുപിടിച്ച് കാലിനെ സംരക്ഷിക്കണം. അതിന് ഉള്ള ടെസ്റ്റുകൾ എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളായ 2-3 ടെസ്റ്റുകളുണ്ട്. 1, കാലിൻ്റെ സ്പർശനശേഷി അറിയാൻ ബയോതീഷ്യോമീറ്റർ എന്ന ഒരു ലളിതമായ ഉപകരണമുണ്ട്. അതിൽ ചെറിയ കറണ്ട് കൊണ്ട് കമ്പനങ്ങൾ അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാക്കി കാലിൽ വയ്ക്കും, പാദത്തിൻ്റെ അടിയിൽ. അപ്പോൾ ഒരു 10 മില്ലി വോൾട്ടിൻ്റെ കറണ്ട് കൊണ്ടുണ്ടാകുന്ന വൈബ്രേഷൻ അറിയുകയാണെങ്കിൽ നിങ്ങളുടെയും നമ്മളുടെയും കാല് പോലെ നോർമലാണ്. 10ന് മുകളിലായാൽ കുഴപ്പമാണ്. 50 മില്ലി വോൾട്ടിൽ കൂടുതൽ പ്രയോഗിച്ചിട്ടും വൈബ്രേഷൻ അറിയുന്നില്ലെങ്കിൽ അല്പം പോലും സെൻസേഷൻ ഇല്ല എന്നർത്ഥം. അത് ബയോതീഷ്യോമീറ്റർ. 2, കാലിലെ രക്ത ഓട്ടം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ BP നോക്കുന്നത്. അപ്പോൾ കൈയുടെ BPയും കാലിൻ്റെ BPയും ഒരുപോലെ ഇരിക്കണ്ടേ നമ്മൾ നോക്കിയാൽ? ഇനി കൈയുടെ BPയും നോക്കി ആ ബാധിച്ച കാലിൻ്റെ BPയും നോക്കുക. കൈയുടെ BPയേക്കാൾ കാലിൻ്റെ BP കുറവാണെങ്കിൽ അവിടെ രക്തോട്ടം കുറവാണെന്നല്ലേ അർത്ഥം. അപ്പോൾ അതിന് ABI എന്നൊരു ടെസ്റ്റ് ഉണ്ട്, ആംഗിൾ ബ്രേക്കിയൽ ഇൻഡെക്സ്. കൈയുടെ BP കാലിൻ്റെ BPയും തമ്മിലുള്ള അനുപാതം സാധാരണ 1 ആയിരിക്കും. ഈ സ്ഥാനത്ത് പാദത്തിലെ BP കുറവാണെങ്കിൽ 1-ൽ താഴെയല്ലേ വരുള്ളൂ. അപ്പോൾ 0.8 മുതൽ താഴോട്ടാണെങ്കിൽ അത് അബ്നോർമലാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് പാദത്തിൻ്റെ ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് നേരത്തെ ഈ പാദരോഗം കണ്ടുപിടിക്കാം. ഇനി 3ാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ കാലിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് ഇല്ലേ, സമ്മർദ്ദ ബിന്ദുക്കൾ. അപ്പോൾ അത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മുടെ കാലിൻ്റെ സ്കാൻ എടുക്കാൻ പറ്റും. കാലിങ്ങനെ ചവിട്ടുക, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മാറ്റിൽ അല്ലെങ്കിൽ ഒരു മഷി തയ്ച്ച പേപ്പറിൻ്റെ പുറത്ത് ചവിട്ടിയിട്ട് അതിൻ്റെ ഇംപ്രഷൻ എടുത്തു കഴിയുമ്പോൾ വെയിറ്റ് കൂടുതലുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ടറിയാം. അത് കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്യുമ്പോൾ കൃത്യമായി ഏതൊക്കെ പോയിന്റിൽ വെയിറ്റ് കൂടുതലാണ്, അവിടെ പുണ്ണ് വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ പ്രത്യേകതരം ചെരുപ്പുണ്ടാക്കി അവിടെ വെയിറ്റ് കുറച്ച് വെയിറ്റ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പുണ്ണ് തടയാൻ പറ്റും. അപ്പോൾ ഈ 3 ടെസ്റ്റുകളാണ് അടിസ്ഥാനപരമായി പ്രമേഹ പാദരോഗമുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റ്. ഇത് കൂടാതെ രോഗിയുടെ ഡയബറ്റിസ് സംബന്ധമായ
എല്ലാ ടെസ്റ്റുകളും കോംപ്ലിക്കേഷൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്തിരിക്കണം. ECG ആയാലും HbA1c ആയാലും ഒക്കെ. അപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് പ്രമേഹപാത രോഗം ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചികിത്സ തുടങ്ങാം. ഇനി നമുക്കതിൻ്റെ ചികിത്സ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രമേഹപാതരോഗത്തിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രമേഹപാതം രോഗം മാറണമെങ്കിൽ അല്ലെങ്കിൽ മൂർച്ഛിക്കാതിരിക്കണമെങ്കിൽ പ്രമേഹം കൃത്യമായി ചികിത്സിക്കണം. എപ്പോൾ നോക്കിയാലും ബ്ലഡ് ഷുഗർ ഒരു 120-140 അകത്ത് നിൽക്കണം. ഇനി പാദത്തിനെ സംബന്ധിച്ചുള്ള എന്തൊക്കെ ശ്രദ്ധ നമ്മൾ കൊടുക്കണമെന്ന് നോക്കാം. ഒരു രോഗിയുടെ പാദത്തെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണമെന്നാണ് നമ്മുടെ ആപ്തവാക്യം. അതായത് നമ്മൾ ഹൃദയത്തിനും തലച്ചോറിനും ഒക്കെ കൊടുക്കുന്ന കണ്ണിനും ഒക്കെ കൊടുക്കുന്ന ശ്രദ്ധ വളരെ നല്ലതാണ്. പക്ഷേ കാലിലാവുമ്പോൾ വളരെ അശ്രദ്ധമായി കൃത്യമായി കാലിനെ സൂക്ഷിക്കാതെ ഒരു വലിയ കറ്റസ്ട്രോഫി വരുമ്പോഴാണ് രോഗി ഡോക്ടറെ അടുത്ത് എത്തുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ കാലുകളെ മുഖം പോലെയോ കണ്ണുപോലെയോ സൂക്ഷിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനിയുള്ള കാര്യം, എങ്ങനെ പാദസംരക്ഷണം നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാം, നടപ്പിലാക്കാം. എല്ലാ ദിവസവും പാദം കഴുകി വൃത്തിയാക്കണം. വിരലുകളുടെ ഇടയിൽ നനവ് നിൽക്കാൻ പാടില്ല. കാരണം ഈറം കാൽ അഥവാ വളം കടി എന്ന് പറയുന്ന അസുഖം വളരെ കോമൺ ആണ് ഡയബറ്റിക് പേഷ്യൻസിൽ. വിരലുകൾ അകന്നിരിക്കാതെ ചേർന്നിരിക്കുന്നത് മൂലവും സ്പർശനശേഷി ഇല്ലാത്തത് കൊണ്ടും അത് വളരെയധികം മൂർച്ഛിച്ച ശേഷമേ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ വിരലുകളുടെ ഇട സൂക്ഷിക്കുക. നഖം വെട്ടുന്നത് കൃത്യമായിരിക്കുക. നഖം കൂർത്തിരുന്നാൽ ഉറക്കത്തിൽ മറ്റേ കാലിനെ ഈ നഖം കൊണ്ട് ചൊറിയും, അവിടെ മുറിഞ്ഞിപ്പുണ്ടാവും. അപ്പോൾ നഖം വെട്ടുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഒരു പാദരോഗമുള്ള പ്രമേഹ രോഗിയെ സംബന്ധിച്ചോളം. കാരണം എന്താണെന്നറിയാമോ? നഖത്തിൻ്റെ വെട്ടലിനിടയ്ക്ക് അതിൻ്റെ അടിയിലുള്ള മൃദുലമായ മാംസം കൂടെ മുറിഞ്ഞു പോകും. കാരണം എന്താ? സ്പർശനശേഷിയില്ല. ഇങ്ങനെ വിരലിൻ്റെ അറ്റം മുറിച്ചാൽ പോലും രോഗി അറിയില്ല. അതുകൊണ്ട് നഖം കൃത്യമായി ഒരല്പം വിട്ടിട്ട് സ്ക്വയറായിട്ട് വേണം വെട്ടാൻ. വെട്ടിക്കഴിഞ്ഞാൽ നഖത്തിൻ്റെ പുറത്ത് അരം കൊണ്ട് രാഗി നല്ല സോഫ്റ്റ് ആക്കുകയും അല്ലെങ്കിൽ റെഗുലറാക്കുകയും വേണം. ഇനി കാലിനെ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് കാലിൻ്റെ തൊലിയുടെ പ്രത്യേകത നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വിയർപ്പും എണ്ണമയവും കുറവായിരിക്കും, തൊലി ഡ്രൈ ആയിരിക്കും, വിണ്ട് കീറിയതായിരിക്കും. അതുകൊണ്ട് എണ്ണ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം പോലെയുള്ള ലേപനങ്ങൾ എല്ലാ ദിവസവും പുരട്ടണം. അധികം കഠിനമുള്ള സോപ്പ് രോഗി ഉപയോഗിക്കാനേ പാടില്ല. കാരണം എണ്ണമയമുള്ളതെല്ലാം കഴുകിക്കളയും സോപ്പാകുമ്പോൾ. ഇനി ഒരു കാരണവശാലും കാലിൽ സ്വന്തമായി ഓപ്പറേഷനൊന്നും നടത്തിക്കളയരുത്. ഒരു കട്ടിയുള്ള സാധനം കണ്ട് ഞാൻ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ റേസർ ബ്ലേഡില്ലേ അതെടുത്ത് വെച്ച് ശക്തിക്ക് നഖം വെട്ടും, അത് സ്ലിപ്പ് ചെയ്ത് കൊണ്ടുപോയി മറ്റേ വിരൽ മുറിയും, അല്ലെങ്കിൽ ഈ കൈ തന്നെ മുറിയും. അത് ഒരിക്കലും ചെയ്യരുത്. മറ്റൊരാൾ, ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരാൾ വേണം നഖം വെട്ടിക്കൊടുക്കാൻ. ഇനി എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് കാലിനെ നിരീക്ഷിക്കണം, ഇൻസ്പെക്റ്റ് ചെയ്യണം. കാലിൽ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ചോപ്പ് വന്നിട്ടുണ്ടോ, എവിടെയെങ്കിലും ഒരു ദുർഗന്ധമുള്ള ദ്രാവകം വരുന്നുണ്ടോ, നിറവ്യത്യാസമുണ്ടോ, ഇതെല്ലാം കൃത്യമായിട്ട് നോക്കണം. ആഴ്ചയിലൊരിക്കൽ പെഡിക്യൂർ എന്ന് പറയും. നഖം വെട്ടി കാലൊക്കെ വൃത്തിയാക്കി വിരലിൻ്റെ ഇടയൊക്കെ കൃത്യമായി നോക്കി കാലിനെ ഉരച്ച് കഴുകിയൊക്കെ ചെയ്യുന്നതാണ് പെഡിക്യൂർ എന്ന് പറയുന്നത്. അത് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യണം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത്, പാദരക്ഷകൾ. ഒരു പ്രമേഹ പാദരോഗിയുടെ ചെരുപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. കാലിൽ സാധാരണ മനുഷ്യൻ ചെരുപ്പിടുന്നത് പോലെ അല്ല പ്രമേഹ രോഗി ചെരുപ്പിടുന്നത്. കാലുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെരുപ്പുകൾക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ എന്ത് തരത്തിലുള്ള ചെരുപ്പാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയാം. വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ അയാൾക്ക് കടകളിൽ ലഭ്യമാകുന്ന ചെരുപ്പ് തന്നെ ഉപയോഗിക്കാം. അത് അകവശം നല്ല സോഫ്റ്റ് ആയിരിക്കണം, പുറത്തുള്ള വശം തറയിൽ തൊടുന്ന വശം നല്ല ഹാർഡായിരിക്കണം. വിരലുകൾ വരുന്ന മുൻവശമില്ലേ, ടോ ബോക്സ് എന്നാണ് ചെരുപ്പിൻ്റെ ആ ഭാഗത്തിന് പറയുന്നത്, അത് നല്ല വൈഡായിരിക്കണം. കാരണം വിരലുകൾ ചേർന്ന് പോകാതിരിക്കാൻ. പിന്നെ ഹീൽ കൗണ്ടർ എന്ന് പറയും, ആ ഉപ്പൂറ്റി വരുന്ന ഭാഗവും ആവശ്യത്തിന് വീതിയും പൊക്കവും ഒക്കെ ഉള്ളതായിരിക്കണം. ഇനി
ബാക്ക് സ്ട്രാപ്പ് എന്ന് പറയും. പിൻവശത്ത് വാർ വേണം, അല്ലെങ്കിൽ ചെരുപ്പ് ഊരിപ്പോയാൽ അവരറിയില്ല. ഇനി നമ്മുടെ ദേശീയ ചെരുപ്പായിട്ട് നമ്മൾ വച്ചിരിക്കുന്നത് എന്തിനെയാണ്? സ്ലിപ്പറിനെയാണ്. ഒരു കാരണവശാലും പ്രമേഹ രോഗി സ്ലിപ്പർ അഥവാ ഹവായ് ചപ്പൽ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും വിരലിൻ്റെ ഇടയിൽ സ്റ്റോക്ക് പോലെ വരുന്ന ഒരു ചെരുപ്പുകളും പ്രമേഹ രോഗി ഉപയോഗിക്കരുത്. കാരണം ഇവിടുത്തെ നെർവാണ് ആദ്യം ഡാമേജ് ആവുന്നത്. ഡീപ്പ് പെരോണിയൽ നെർവ് എന്ന് പറയും. ആദ്യം മരവിപ്പ് വരുന്നത് രോഗിക്ക് പോലും അറിയില്ല. അപ്പോൾ എന്തു പറ്റും? മുറിയും. മനസ്സിലായില്ലേ? അതുകൊണ്ട് കെട്ട് ചെരുപ്പെന്ന് നമ്മൾ പറയുന്ന ചെരുപ്പ് അകം സോഫ്റ്റാണ്, പിൻഭാഗത്ത് സ്ട്രാപ്പുണ്ട്, ഫ്രണ്ട് വീതി കൂടിയതാണ്, പുറം നല്ല ഹാർഡാണ്. പുറം നല്ല ഹാർഡാണെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാലോ? ആണിയോ എന്തായാലും പെട്ടെന്ന് കുത്തിക്കയറാതിരിക്കും. ഇനി ചെരുപ്പ് എപ്പോഴാണ് സെലക്ട് ചെയ്യേണ്ടത്, അളവ് നോക്കേണ്ടത്? വൈകുന്നേരം മാത്രമേ നോക്കാവൂ. രാവിലെ നമ്മൾ ചെരുപ്പ് നോക്കിയാൽ ഏറ്റവും കനം കുറഞ്ഞ് നീരൊന്നും ഇല്ലാതെ ചെറിയ സൈസായിരിക്കും നമ്മുടെ പാദം. അപ്പം ആ ചെരുപ്പിട്ടാൽ വൈകുന്നേരം ആകുമ്പം ടൈറ്റ് ആവും. അതുകൊണ്ട് ഈവനിങ്ങിൽ മാത്രമേ ചെരുപ്പിൻ്റെ അളവ് നോക്കാവൂ. ഇനി കാലുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ MCR പോലെയുള്ള ചെരുപ്പ്, കൂടിയ ചെരുപ്പുകളുണ്ട് കാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അത് ഒരു പോഡിയാട്രി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി വേണം അളവെടുത്ത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, ചെരുപ്പുകളെന്ന് പറയുന്നത് ചികിത്സയുടെ ഭാഗമാണ്, അല്ലാതെ കാലിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. നമ്മൾ ഡ്രസ്സ് പോലെയോ അല്ല, അതിനേക്കാൾ പ്രധാനമാണ്. പ്രമേഹത്തിനുള്ള മരുന്ന് പോലെയാണ് പ്രമേഹ രോഗിയുടെ ചെരുപ്പുകൾ. ഇനി പ്രമേഹ പാദരോഗിക്ക് ഈ പ്രമേഹ പാദരോഗ വിദഗ്ധർ കേരളത്തിലെ ഡയബറ്റിക് ഫുഡ് സൊസൈറ്റി ഓഫ് ഇന്ത്യ ഒരു 10 കൽപ്പനകൾ, ബൈബിളിലെ 10 കമാൻഡ്മെൻറ്റ്സ് കേട്ടിട്ടുണ്ടല്ലോ, ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 10 കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 1. ദിവസവും പാദം നിരീക്ഷിക്കുക. നഖം കൃത്യമായി വെട്ടുക. സ്വയം ഓപ്പറേഷൻ ചെയ്യാതിരിക്കുക. എന്ന് പറഞ്ഞാൽ സ്വയം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നൈഫ് ഉപയോഗിച്ച് അല്ലെങ്കിൽ റേസർ ബ്ലേഡ് ഉപയോഗിച്ച് കീറുകയോ മുറിക്കുകയോ ചെത്തുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ഹവായ് ചപ്പൽ ഉപയോഗിക്കാതിരിക്കുക. എല്ലാ ദിവസവും കാല് കഴുകി വൃത്തിയാക്കി തുടച്ച് വിരലിൻ്റെ ഇട മാറ്റി ഇടയിലെ എല്ലാം ഭാഗം ഡ്രൈ ആക്കി സൂക്ഷിക്കുക. പാദരക്ഷകൾ വീട്ടിനകത്തും പുറത്തും ധരിക്കുക. ഇങ്ങനെ 10 കൽപ്പനകൾ നമ്മുടെ പ്രമേഹ പാദരോഗികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രമേഹ പാദരോഗത്തിൽ ഏറ്റവും പ്രധാനം രോഗിക്ക് തന്നെ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ബോധം വേണം. എൻ്റെ പാദങ്ങൾ ഹൈ റിസ്ക് ഫുട്ടാണ്, ദൈവം സഹായിച്ച് എനിക്ക് പുണ്ണ് വന്നിട്ടില്ല, എനിക്ക് സ്പർശനശേഷിയില്ല, അതുകൊണ്ട് എൻ്റെ കാലുകൾ സംരക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. വീട്ടിനകത്തും പുറത്തും ചെരുപ്പ് ഇടേണ്ടി വരും. പ്രമേഹ പാദരോഗത്തിൻ്റെ 2 ഭാഗങ്ങൾ: പ്രമേഹ പാദരോഗ വ്രണങ്ങളും പ്രമേഹ പാദ ഇൻഫെക്ഷനും. പ്രമേഹ വ്രണങ്ങളുടെ ചികിത്സയിൽ ഏറ്റവും ആദ്യം എന്താണെന്നറിയാമോ? ഓഫ് ലോഡിങ്. നിങ്ങളാരും കേൾക്കാത്ത പദങ്ങളാണ് ഞാൻ പറയുന്നത്. ഓഫ് ലോഡിങ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് വെയിറ്റ് വരരുത്. പ്രമേഹ പാദരോഗിയുടെ അടിയിലൊരു കാലിൻ്റെ അടിയിലൊരു പുണ്ണുണ്ടെങ്കിൽ അവിടം തറയിൽ തൊടുന്ന രീതിയിൽ നടക്കാൻ പാടില്ല. എല്ലാവരും ചെയ്യുന്ന തെറ്റാണ്. എല്ലാ ഡ്രസ്സിങ് ചെയ്യും, എല്ലാം ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ചവിട്ടി നടക്കും. എന്തുകൊണ്ടാണ് ചവിട്ടി നടക്കുന്നത്? വേദന ഇല്ലാത്തതുകൊണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഓഫ് ലോഡിങ് ആണ്. 2. അൾസർ കെയർ. ആ അൾസറിൻ്റെ ശുശ്രൂഷ, കൃത്യമായ ഡ്രസ്സിങ് ചെയ്യുക, ലേപനങ്ങൾ ഉപയോഗിക്കുക, ആൻറ്റിബയോട്ടിക് ലേപനങ്ങൾ ഉപയോഗിക്കുക, പുണ്ണുണങ്ങാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുക. അതിൻ്റെ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് എല്ലിനെ ബാധിച്ചിട്ടുണ്ടോ, വ്രണത്തിൻ്റെ ഗൗരവാവസ്ഥ എന്താണ്, ഗുരുതരാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇനി രക്ത ഓട്ടം കുറവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രക്ത ഓട്ടം പുനഃസ്ഥാപിക്കുക എന്നാണ്. രക്തക്കുഴലിലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറ്റുന്ന ആൻജിയോപ്ലാസ്റ്റിയോ ബ്ലോക്ക് ബൈപ്പാസ് ചെയ്യുന്ന ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്താൽ മാത്രമേ ഈ പുണ്ണുണങ്ങൂ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആവുകയുള്ളൂ. ഇനി പ്രമേഹ പാദ ഇൻഫെക്ഷൻ, അത് ചെറിയൊരു സെല്ലുലൈറ്റിസ് ആവാം, വളരെ ഗൗരവമായ കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്ന നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് ആവാം. ആ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതിനെ ഫുട്ട് അറ്റാക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ ഹാർട്ട് അറ്റാക്കും ബ്രെയിൻ അറ്റാക്കൊക്കെ കേട്ടിട്ടുണ്ട്. ഫുട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് കാലിൽ ഇൻഫെക്ഷൻ വരിക, പെട്ടെന്ന് കാലിലെ രക്തോട്ടം നിന്നു പോവുക, പെട്ടെന്ന് കാലിലെ എല്ലുകൾക്ക് കേടുപറ്റുന്ന ചാർക്കോട്സ് ആർത്രോപ്പതി വരിക. ഇതൊക്കെയാണ് ഫുട്ട് അറ്റാക്ക് എന്ന
കോമൺ ഇതിൽ നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഫുട്ട് അറ്റാക്ക് വരുമ്പോൾ ഈ രോഗാണു വളരെ ശക്തമായി രൂപപ്പെട്ട് രോഗിയുടെ കാലിൽ ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ എത്രയും വേഗം, അതായത് നമ്മൾ ഹൃദയാഘാതത്തിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ടൈം ഈസ് മസിൽ. ഓരോ മിനിറ്റും ഹൃദയത്തിൻ്റെ മസിലുകൾ നഷ്ടപ്പെടുന്നത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ വിതിൻ മിനിറ്റ്സ് അവർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും ഹാർട്ടിൻ്റെ മസിലിന് ഡാമേജ് ആവുന്നതിന് മുമ്പ്. ആ സ്ഥാനത്ത് ഇവിടെ ടിഷ്യൂ, നമ്മുടെ മാംസമാണ് നഷ്ടപ്പെടുന്നത് മിനിറ്റുകൾ താമസിച്ചാൽ. അപ്പോൾ ഈ മാംസം മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ടൊരു പാദം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ടൈം ഈസ് മസിൽ എന്ന് പറയും പോലെ ഇവിടെ പറയുന്നത് ടൈം ഈസ് ടിഷ്യൂ, മാംസം അല്ലെങ്കിൽ ദശ ആണ്. അപ്പോൾ സമയം വളരെ പ്രധാനമാണ്. കാലിൻ്റെ പഴുപ്പ് ബാധിച്ച ഭാഗങ്ങളെ എത്രയും വേഗം നീക്കിക്കളയുക, നല്ലവണ്ണം വാഷ് ചെയ്ത് മരുന്ന് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കുക. സ്ലഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ജീർണിച്ചു പോയ മാംസഭാഗങ്ങളെന്നാണ്. അതെല്ലാം മാറ്റി എത്രയും വേഗം രോഗം കുറയ്ക്കുക. ശക്തമായ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊടുക്കുക, രക്തക്കുറവുണ്ടെങ്കിൽ രക്തമടയ്ക്കുക, മറ്റനുബന്ധ ചികിത്സകൾ ചെയ്യുക. അങ്ങനെ സർവ്വശക്തിയും ഉപയോഗിച്ച് പോരാടിയാൽ മാത്രമേ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് പോലെയുള്ള വലിയ ഇൻഫെക്ഷൻ വരുമ്പോൾ കാലിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഇനി പാദരോഗം വന്ന് അവസാനം പാദരോഗം ചികിത്സിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കാല് നോർമൽ കാലായിരിക്കില്ല, ഒരു വൈകല്യമുള്ള അല്ലെങ്കിൽ ഡെഫിസിറ്റുള്ള കുറവുകളുള്ള കാലായിരിക്കും. ആ കാലിനെ ശരിയായ രീതിയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ചെരുപ്പുകളും ഓർത്തോസിസ് എന്ന് പറയും, മുട്ട് മുതൽ താഴോട്ടുള്ള ചെരുപ്പ് പോലെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള വലിയ ഉപകരണങ്ങൾ അതെല്ലാം ഉപയോഗിച്ച് രോഗിയെ നോർമലായിട്ട് നടത്തുക. പ്രമേഹ പാദരോഗ ചികിത്സയിൽ ഒരു ആപ്തവാക്യമുണ്ട്, ആംബ്യൂട്ടേഷൻ ഈസ് നോട്ട് ആൻ ആൻസർ. ആംബ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കാല് മുറിച്ച് നീക്കുന്ന വേദനാജനകമായ ശസ്ത്രക്രിയയാണ്. നമുക്ക് വളരെ എളുപ്പമാണ്, കാലിലൊരു ഇൻഫെക്ഷൻ വന്നു, കാല് മുറിച്ച് മാറ്റിയ ഇൻഫെക്ഷൻ മാറൂലേ? പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ആംബ്യൂട്ടേഷൻ അഥവാ കാല് മുറിച്ച് മാറ്റൽ ഒരു ശരിയായ ഉത്തരമേ അല്ല. നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും, ഒരു 10-90 കിലോ വെയിറ്റുള്ള ഇൻസുലിനൊക്കെ വർഷങ്ങളായിട്ട് എടുക്കുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പുരുഷൻ അയാളുടെ മുട്ടിന് മുകളിൽ വെച്ച് കാല് നീക്കം ചെയ്താൽ ശേഷിച്ച അയാളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാല് വെച്ച് വടി ഊന്നി നടക്കുമ്പോൾ ഇരട്ടി ഊർജം വേണം നമുക്ക്. ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ട്, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, രക്തക്കൊള്ളി അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ജീവിത ദൈർഘ്യം എത്രയും വേഗം കുറയുന്നു. ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് 100 രോഗികളെ നമ്മൾ മുട്ടിന് മുകളിൽ കാല് മുറിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ 10 രോഗികൾ പോലും 5 വർഷം വരെ ജീവിച്ചിരിക്കില്ല എന്നാണ്. അപ്പോൾ ഒരു കാലിൻ്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഗൗരവമായ പ്രശ്നം വന്നാൽ ഒരു കുറച്ച് ഭാഗമെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ അയാൾക്ക് നടക്കാൻ പറ്റും കാലൂന്നി. അതും കാല് മുറിച്ച് മാറ്റുന്നതും തമ്മിൽ അതിഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആംബ്യൂട്ടേഷൻ ഈസ് നോട്ട് എ ആൻസർ ടു ഡയബറ്റിക് ഫുട്ട്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ, ഡയബറ്റിക് ഫുട്ട് എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്, ഡയബറ്റിക് ഫുട്ടിനെ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, അതിൻ്റെ ചികിത്സയുടെ പ്രിൻസിപ്പിൾസ് എന്താണ്, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓർക്കുക, പ്രമേഹ പാദരോഗം എന്ന് പറയുന്നത് പ്രമേഹത്തിൻ്റെ ഒരു വളരെ ഗൗരവമായ കോംപ്ലിക്കേഷനാണ്. കിഡ്നിയും കണ്ണും ഹാർട്ടും ഒക്കെ ബാധിക്കുന്ന പോലെ അതിന് ശരിയായ പ്രാധാന്യം കൊടുക്കുക, തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുക. പ്രമേഹം കണ്ടുപിടിച്ച അന്നു മുതൽ പ്രമേഹ പാദരോഗത്തിൻ്റെ ചികിത്സ കൃത്യമായി നൽകുക. പ്രമേഹ പാദരോഗം തടയാനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്താൽ വളരെ കാലുകൾ നമുക്ക് രക്ഷിക്കാം. പ്രമേഹ പാദരോഗം ഒരാളുടെ കാലിനെയോ ജീവനെയോ അപഹരിക്കുകയില്ല. അപ്പോൾ സേവ് ലിംസ്, സേവ് ലൈഫ്സ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. പ്രമേഹ പാദരോഗം സൗജന്യമായി ചികിത്സിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് ഈയിടെ ഞങ്ങൾ ചെയ്തു. അതിൽ ഞങ്ങൾക്കൊരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു മൊബൈൽ ഡയബറ്റിക് ഫുഡ് ക്ലിനിക്കുണ്ട്. അതിൽ രോഗിയെ കയറ്റി ടെസ്റ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് പ്രമേഹ രോഗം കണ്ടുപിടിച്ച് ചികിത്സയും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവ കഥയുണ്ട്. ഈ പറയുന്ന കഥാനായകൻ ഒരു കാല് മുറിച്ചു മാറ്റിയ ആളാണ്. അയാൾ എന്നിട്ടും കൃത്രിമ കാലും വച്ച് പെട്ടി ഓട്ടോയിൽ മീൻ കച്ചവടം നടത്തി ജീവിക്കുകയാണ്. 2 പെൺമക്കളാണ്. അപ്പോൾ ജീവിതമാർഗം ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാലിലും പുണ്ണ് വന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ കാണാൻ, എൻ്റെ സ്ഥിരം പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവസ്ഥ ഭീകരമാണ്.
കാലിൻ്റെ മുട്ടിൻ്റെ അവിടെയുള്ള രക്തക്കുഴൽ ബ്ലോക്കായിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇത്രയും വേഗം ആ ബ്ലോക്ക് മാറ്റണം, ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ചെയ്തില്ലെങ്കിൽ മറ്റേ കാല് പോലെ ആകും. ശരി സാർ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. വന്നില്ല. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് കുമാരപുരത്തുള്ള ക്ലിനിക്കിൽ വെച്ചാണ് ഇത് കാണുന്നതേയില്ല. അപ്പോൾ ഞാനൊന്ന് വിളിച്ചാലോ എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ പാറശാല വൈകുന്നേരം ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിനെ ഭാര്യയും കൊണ്ട് വന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി, ഞാൻ ഇന്ന പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ്, ഇദ്ദേഹത്തിൻ്റെ അയൽവാസിയാണെന്ന്. അദ്ദേഹം പറഞ്ഞ കഥ കേട്ടാൽ ഞങ്ങളെ കണ്ണ് നിറഞ്ഞു പോകും. 2-3 ദിവസമായിട്ട് ഇവയാളെയും ഭാര്യയും കാണുന്നില്ല, പുറത്തൊന്നും കാണുന്നില്ല. അപ്പോൾ കാണാത്തെന്തെന്ന് പറഞ്ഞ് വീടിനകത്ത് ചെന്നപ്പോൾ വീട്ടിലെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, സന്ധ്യ കഴിഞ്ഞു. വീട്ടിലവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു, മുഖം താഴ്ത്തി. അപ്പം പുള്ളിയോട് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പേര് ഞാൻ പറയുന്നില്ല, ഈ പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാനില്ല, എനിക്ക് വയ്യ, ഒരു കാല് പോയി, ചികിത്സിച്ച് ഒരുപാട് കടവുണ്ട്, അപ്പോഴാണ് ഈ കാല്, ഇതിനും ഒരു നല്ല എമൗണ്ട് വേണം, അപ്പോഴത്തേക്കും ഞങ്ങൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പുറത്തൊന്നും കാണാത്തത്. അപ്പോൾ ഇവന് കാര്യം മനസ്സിലായി. അവൻ കൊണ്ടുവന്നു, നമ്മുടെ ഈ സ്കീമിൽ പെടുത്തി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, മുറിവ് ഉണങ്ങി. വീണ്ടും പുള്ളി ഓട്ടോറിക്ഷയിൽ മീൻ കച്ചവടം നടത്തുന്നു. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ മുഖവും അതിന് ശേഷമുള്ള പുള്ളിയുടെ സന്തോഷവും. 2 കൊച്ചുകുട്ടികളാണ്, ഒരാൾ പെൺകുട്ടി +1 +2 ആണ്, മറ്റേ കുട്ടി 7 8 ആണ് ക്ലാസ്. അപ്പോൾ ഇതുപോലെ എത്ര ആളുകളാണുള്ളത് നമ്മുടെ ഇടയിൽ. പ്രമേഹ പാത രോഗത്തിനെക്കുറിച്ച് അവയർനെസ്സേ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുമെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്.